ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാഗി വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. രാഗി നമുക്ക് നല്ലൊരു ഹെൽത്തി ഫുഡാണല്ലോ അല്ലേ. അപ്പോൾ ഈ രാഗി വെച്ചിട്ട് നമുക്കൊന്നൊരു ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കപ്പ് രാഗി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് 2-3 പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയിട്ടെടുക്കാം കേട്ടോ. ഒന്ന് 2-3 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ നമുക്ക് വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് കുതിരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കട്ടെ. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിൽ ഈ രാഗിയിൽ ചിലപ്പോൾ കല്ല് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ചെടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് കുറേശ്ശെ അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലെ സത്തൊക്കെ രാഗിയിലെ സത്തൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി ഈ അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. ബാക്കി വരുന്ന ഈ ഒരു വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പാനിൽ ആണ് ഞാനത് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. രാഗി നമ്മൾ ഇത് ചൂടായിട്ട് വരുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതിന് വേണ്ടി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരും. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈം അങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ കുറുകിയിട്ട് കിട്ടിയിട്ടുണ്ട്. രാഗി ഏകദേശം നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഫാനിൻ്റെ ചുവട്ടിലായിട്ട് കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ട് ഒന്ന് ചൂടാറ്റിയെടുക്കുക. ചൂടാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 തവി മാവെടുത്തിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രാഗീൻ്റെ മിക്സ് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ നോക്കിയിട്ട് ഇതുപോലെ നല്ല സ്മൂത്തിയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ 2 തവി മാവ് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കണ്ട. മധുരത്തിന് ഒരു 4 ഈത്തപ്പഴമാണ് കേട്ടോ ഇട്ട് കൊടുത്ത് കുരു കളഞ്ഞിട്ട് അതും കൂടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത ഈ ഒരു ജ്യൂസ് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് അരക്കുന്ന ടൈമിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് അരക്കാം കേട്ടോ. പഴം റോബസ്റ്റൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാഗി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. രാഗി ഇതുപോലെ കുറുക്കി റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. നമുക്ക് ഈത്തപ്പഴം ചേർത്തിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് തേന് ശർക്കര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കൂടാനും ഒക്കെ നല്ലൊരു ഫുഡാണ്. നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Bye.